രൂപ പാക്കറ്റ് അച്ചാറിൻ്റെ ബോർഡ് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷീറ്റ്. ഞങ്ങൾ 10 എണ്ണം മേടിക്കും കേട്ടോ. 10 ഷീറ്റായിട്ട് മേടിക്കും. എന്നിട്ട് ഇതുപോലെ നല്ല അളവിന് ഞങ്ങൾ വരച്ചെടുക്കും. ഒരു ബൈൻഡിനകത്ത് ഇതുപോലെ ഒരു അളവുണ്ട്. ആ അളവിന് ഞങ്ങളിതുപോലെ ഷീറ്റിൽ വരച്ചെടുക്കും. എന്നിട്ട് ഇതുപോലെ പീസാക്കി എടുക്കും കേട്ടോ. മുറിച്ചെടുക്കും. നല്ല റൗണ്ട് ഷേപ്പിന് വന്നിട്ട് ഒരു ചതുര ഷേപ്പും കൂടെ ഒക്കെ വെച്ച് എടുക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു ആണിയോ കത്രികയുടെ മുനയോ ഒക്കെ വെച്ചിട്ട് ഞങ്ങളിതുപോലെ 2 സൈഡായിട്ട് ഹോൾസ് ഇടും. എന്നിട്ട് അതിനകത്ത് ഒരു കട്ടി ചരടുണ്ട്, കോട്ടൻ്റെ ചരടുണ്ട്. ആ ചരട് വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങൾ അച്ചാർ ഒട്ടിച്ച് അതിൽ വെച്ച് അടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബോർഡ് തയ്യാറാക്കുന്ന വീഡിയോ ഇടണമെന്ന് കുറേ നാളുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് വീഡിയോയിൽ എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഷീറ്റ് വെട്ടി അളവിനെടുത്തിട്ട് ഇതുപോലെ ആണിയങ്ങണം വെച്ചിട്ട് 2 ഹോളിട്ട് ഇതാണ് അതിൻ്റെ ചരട് കേട്ടോ. കോട്ടൺ ചരടാണ്. അപ്പോൾ ഇത് ഫാൻസി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. റോളായിട്ടാണ് കിട്ടാറുള്ളത്. 50 രൂപയൊക്കെ ആകത്തുള്ളൂ. അത് വെച്ച് ഇതുപോലെ പീസ് ഒരേ അളവിന് നമുക്ക് മുറിച്ചെടുക്കണം. ഒരേ അളവിന് മുറിച്ചെടുത്ത് നമുക്ക് ലാഭിക്കണമല്ലോ. ഒരേ അളവിന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഹോൾസിൽ വെച്ച് നമ്മളത് പുറകിൽ വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടകളിൽ കൊടുക്കുമ്പോൾ അവർക്കത് എവിടെയെങ്കിലും തൂക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആണിയിലോ മറ്റോ കൊരുത്തിടാനോ അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ കെട്ടി വയ്ക്കും. അച്ചാറിൻ്റെ തൊട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിലാവുന്നതും 5 രൂപയുടെ അച്ചാറാണ് കേട്ടോ. കടക്കാർ തന്നെ പറഞ്ഞതാണ് 5 രൂപയുടെ അച്ചാർ കൊണ്ടുവരണം. അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഞങ്ങൾ ബോട്ടിലിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊബൈലിലൊക്കെ കണ്ടും പിന്നെ നമുക്ക് പുറത്തുനിന്ന് 5 രൂപ പാക്കറ്റ് അച്ചാറൊക്കെ മേടിച്ച് അതിൻ്റെ ഗ്രാമും അളവും ഒക്കെ നോക്കിയിട്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ബോർഡ്. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ.